CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് നോക്കി വരുന്നത്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗാന സ്ട്രൈക്കറായ ക്വാമി പെപ്രയെ കുറിച്ചാണ്. നമുക്കറിയാം ഈയിടെയായി ഒരുപാട് റൂമറുകളാണ് ഈ ഒരു താരത്തെ കുറിച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആ റൂമറുകളിലെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ അടുത്ത ISLന്റെ 11ാമത്തെ സീസണിൽ നമുക്ക് ഗാന സ്ട്രൈക്കറായ ക്വാമി പെപ്രയെ കാണാൻ സാധിക്കില്ല എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാവരുടെയും സംശയം അടുത്ത ISLന്റെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ക്വാമി പെപ്ര പന്ത് തട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഏതായാലും അതിനൊരു കൺഫേം അഥവാ അതിനൊരു നമുക്ക് ഒറിജിനാലിറ്റി നൽകുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ഏതായാലും ആ ഒരു റിപ്പോർട്ടിലേക്ക് കടക്കാം. ഈ ഒരു റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് അടുത്ത ISLന്റെ 11ാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ക്വാമി പെപ്ര എന്ന സൂപ്പർ ഗാന സ്ട്രൈക്കർ പന്ത് തട്ടും എന്ന് തന്നെയാണ്. ഈ 2024-25 സീസണിൽ താരം ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുന്നതാണ്. 12 ISL മത്സരങ്ങളിൽ നിന്നും 2 ഗോളുകൾ താരം ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു അസിസ്റ്റും സംഭാവന ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും 2025 ജൂൺ വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ ക്വാമി പെപ്രക്ക് കോൺട്രാക്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്രയും കാലം തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടാൻ ക്വാമി പെപ്ര എന്ന ഗാന സ്ട്രൈക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാവുമെന്നുള്ളത് ഇതിനോടകം തന്നെ നമുക്ക് കൺഫേം ആയി പറയാം അഥവാ ഉറപ്പിച്ചു പറയാം. ഇനി ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അടുത്തൊരു ട്രാൻസ്ഫർ അപ്ഡേറ്റുമായിട്ടാണ്. നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരുപാട് താരങ്ങളെ നോട്ടമിട്ടിട്ടുള്ളൂ എന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ദിമിത്രോസിന് പകരമായി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരു പോളിഷ് താരത്തെ ഇതിനോടകം തന്നെ സൈനിങ് പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ്. ഏതായാലും നമുക്ക് വിശദമായിട്ട് ആ ഒരു റിപ്പോർട്ടിലേക്ക് കടക്കാം. ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് മുൻ പോർട്ട്ലാൻഡ് ടീം ബോയ്സിന്റെ സൂപ്പർ താരമായ ജെറോസ്ലേവ് നിസ്ഗോഡ എന്ന സൂപ്പർ താരത്തെ ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സൈൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ തന്നെ ഈ ഒരു പോളിഷ് സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി എന്ന ക്ലബ്ബുമായിട്ട് 2 വർഷത്തെ കോൺട്രാക്റ്റിലാണ് നിലവിൽ ഒപ്പുവെച്ചിട്ടുള്ളത് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഏതായാലും ഈ റിപ്പോർട്ട് നമുക്ക് കണ്ണടച്ചൊന്നും വിശ്വസിക്കാൻ സാധിക്കുകയില്ല. കാരണം നിലവിൽ ഇതിനോടകം തന്നെ നിരന്തരമായി ദിവസം കൂടുന്നതനുസരിച്ച് ഒരുപാട് റൂമറുകളും ഒരുപാട് റിപ്പോർട്ടുകളുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കൺഫേംഡ് ന്യൂസ് ഒന്നുമല്ല. ഒരു റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ വീഡിയോ ചെയ്തു എന്ന് മാത്രം. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് മാർക്കോ ലെസ്കോവിച്ചിനെ കുറിച്ചാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് 3 സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര കാത്തൊരു താരം തന്നെയായിരുന്നു മാർക്കോ ലെസ്കോവിച്ച് എന്ന 33-കാരൻ. ഏതായാലും മാർക്കോ ലെസ്കോവിച്ചിന് ഇപ്പോൾ ഒരു പുതിയ ക്ലബ്ബ് ആയിരിക്കുകയാണ്. താരത്തിന്റെ ജന്മദേശമായ ക്രൊയേഷ്യയിലെ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബായ സ്ലേവിയം ബെലുപോയിലേക്കാണ് താരം പോയിരിക്കുന്നത്. താരത്തിന്റെ കരാർ നടപടികൾ അവസാന ഘട്ടത്തിലെത്തിയതായി ക്രൊയേഷ്യൻ മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതേസമയം ലെസ്കോവിച്ചിനെ നിലനിർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ താരം ഇന്ത്യ വിട്ട് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാൻ സ്വദേശത്തേക്ക് പോകാമെന്നായിരുന്നു താരത്തിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും മാർക്കോ ലെസ്കോവിച്ചും വേർപിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു 3 അപ്ഡേറ്റുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.